കാർണി അധികാരത്തിലെത്തിയതോടെ കാനഡ പൂർവാധികം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വിദേശ നിർമ്മിത കാറുകൾക്കും ഓട്ടോ പാർട്സുകൾക്കും 25% താരിഫ് വർദ്ധിപ്പിച്ചിരുന്നു. ഇത് കാനഡയുടെ ബിസിനസ് മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാനഡയുടെ ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചാൽ തിരിച്ചും അതുപോലെ നികുതി ഉയർത്തുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പ്രതികരിച്ചു. ഇത് കാനഡയും യുഎസും തമ്മിൽ ഒരു വ്യാപാര യുദ്ധത്തിന് വഴിയൊരുക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതികരിച്ചത്. ഇരു രാജ്യങ്ങളും ഇങ്ങനെ നികുതി വർദ്ധിപ്പിച്ച് മുന്നോട്ടു പോയാൽ ആർക്കും പ്രയോജനമുണ്ടാകില്ലെന്ന് അവർ വ്യക്തമാക്കി. എന്നാൽ യുഎസിന്റെ പുതിയ താരിഫ് നിലവിൽ വന്നതിന് ശേഷം പുതിയ വ്യാപാര കരാറുകൾ ഉണ്ടാക്കാൻ തയ്യാറാണെന്ന് ട്രംപ് പറഞ്ഞു. ഏപ്രിൽ 2-ന് പുതിയ താരിഫുകൾ നിലവിൽ വരുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിനു മുന്നോടിയായി കഴിഞ്ഞ ദിവസം യുഎസിന്റെയും കാനഡയുടെയും നേതാക്കൾ തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. ഈ മീറ്റിംഗിനെ അമേരിക്കയുടെ ലിബറേഷൻ ഡേ എന്നാണ് ട്രംപ് വിളിച്ചിരിക്കുന്നത്. വിദേശ കാറുകൾക്കും ഓട്ടോ പാർട്സുകൾക്കും നികുതി വർദ്ധിപ്പിച്ച നടപടികൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു ആഹ്വാനം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ ട്രംപിന്റെ ഈ നടപടികൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിരവധി വർഷത്തെ സ്വതന്ത്ര സൗഹൃദ വ്യാപാരത്തെ തടസ്സപ്പെടുത്തി. ട്രംപിന്റെ പുതിയ താരിഫ് നടപടികൾക്ക് മറുപടിയായി അടുത്ത ആഴ്ച കാനഡ യുഎസ് ഇറക്കുമതികൾക്ക് പുതിയ നികുതി ചുമത്തുമെന്നാണ് മാർക്ക് കാർണിയുടെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത്. കനേഡിയൻ തൊഴിലാളികളെയും സമ്പദ് വ്യവസ്ഥയും സംരക്ഷിക്കുന്നതിനാണ് ഇങ്ങനെയൊരു നടപടിയെടുത്തതെന്ന് കാർണി അറിയിച്ചു. എന്നാൽ താരിഫ് ഏതൊക്കെ ഉൽപ്പന്നങ്ങളുടെ മേൽ ചുമത്തുമെന്നോ എപ്പോൾ ആരംഭിക്കുമെന്നുള്ള വിശദാംശങ്ങൾ കാർണിയുടെ ഓഫീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. യുഎസ് ഇനിയും കാനഡയെ ലക്ഷ്യം വെച്ച് ഓരോ നടപടികൾ ആരംഭിച്ചാൽ പ്രതികാര നടപടികളുമായി കാനഡ ഇറങ്ങുമെന്ന് കാർണി അറിയിച്ചിട്ടുണ്ട്. കാർണി കാനഡ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ നേതാവാണെന്ന് കനേഡിയൻ ജനത അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിന് ഒരു ശക്തനായ എതിരാളിയായിരിക്കും മാർക്ക് കാർണി എന്നാണ് റിപ്പോർട്ടുകൾ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയുടെ 50% ഇറക്കുമതികൾക്കും 25% നികുതി ചുമത്തിയിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ കാനഡ യുഎസിന്റെ $20 ബില്യൺ മൂല്യമുള്ള ഇറക്കുമതികൾക്ക് തിരിച്ചും 25% നികുതി ഏർപ്പെടുത്തി. ഇതിൽ പാൽ ഉൽപ്പന്നങ്ങൾ, മാംസം, ധാന്യങ്ങൾ, വൈൻ, ബിയർ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, മോട്ടോർ സൈക്കിളുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പേപ്പർ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ താരിഫ് ഒഴിവാക്കിയില്ലെങ്കിൽ ഭാവിയിൽ യുഎസിന്റെ $86.2 ബില്യൺ സാധനങ്ങൾക്ക് കാനഡ അധിക തിരിവ് ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മണ്ടത്തരമാണെന്നും ഒരു കാലത്ത് യുഎസും കാനഡയും നല്ല സുഹൃത്തുക്കളായിരുന്നുവെന്നും രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ പോരാടുന്നത് കാണാനാണ് ലോകമെമ്പാടുമുള്ള നമ്മളുടെ എതിരാളികൾ ആഗ്രഹിക്കുന്നതെന്നും മുൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു. ഒന്റാരിയോ പ്രീമിയർ ഡഗ് ഫോർഡ് ന്യൂയോർക്കിന് നൽകിക്കൊണ്ടിരുന്ന ഇലക്ട്രിസിറ്റിക്ക് 25% അധിക നികുതി ഏർപ്പെടുത്തിയിരുന്നു. ഇത് അമേരിക്കൻ ജനതയുടെ ഇലക്ട്രിസിറ്റി ബില്ലുകളിലേക്ക് പ്രതിമാസം $100 അധികമായി ചേർക്കുമെന്നാണ് കാനഡ അവകാശപ്പെട്ടിരുന്നത്. താരിഫുകൾ പിൻവലിച്ചില്ലെങ്കിൽ കാനഡ അമേരിക്കയ്ക്ക് നൽകുന്ന എല്ലാ വൈദ്യുതിയും നിർത്തലാക്കാൻ മടിക്കില്ലെന്ന് ഫോർഡ് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനെതിരെ മാർച്ച് 12-ന് ട്രംപ് കാനഡയുടെ സ്റ്റീൽ, അലൂമിനിയം എന്നിവയ്ക്ക് 50% നികുതി ഉയർത്തിയെന്ന് പറഞ്ഞിരുന്നു. ഒടുവിൽ രണ്ട് കക്ഷികളും അവരുടെ തീരുമാനത്തിൽ നിന്ന് പിന്മാറി. കാനഡയിൽ നിന്നുള്ള പ്രതികാര താരിഫുകളോട് ട്രംപ് ഭരണകൂടം എങ്ങനെ പ്രതികരിക്കുമെന്ന് വ്യക്തമല്ല. എന്നാൽ കനേഡിയൻ പാലുൽപ്പന്നങ്ങൾക്ക് 250% വരെ തിരിവ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ കാനഡ വഴങ്ങുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. കാരണം അമേരിക്കയുടെ വടക്കൻ അയൽ രാജ്യങ്ങളിൽ നിന്ന് വളരെ കുറച്ചു പാലുൽപ്പന്നങ്ങൾ മാത്രമേ യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പാലുൽപ്പന്നങ്ങൾക്ക് നികുതി കൂട്ടിയാൽ യുഎസിലേക്ക് എത്തുന്ന പാലുൽപ്പന്നങ്ങൾക്ക് വില കൂടും. എന്നാൽ കഴിഞ്ഞ ദിവസം യുഎസ് പ്രതിനിധികളും കനേഡിയൻ പ്രതിനിധികളും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം വിജയകരമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കനേഡിയൻ തെരഞ്ഞെടുപ്പിന് ശേഷം സാമ്പത്തിക സുരക്ഷാ ബന്ധങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ ചർച്ചകൾ ആരംഭിക്കാൻ നേതാക്കൾ സമ്മതിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫ് ഭീഷണികൾ കണക്കിലെടുത്ത് അമേരിക്കയുമായുള്ള കാനഡയുടെ ബന്ധത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും കാർണി കഴിഞ്ഞ ദിവസം പറഞ്ഞു. കൂടാതെ യുഎസിനോട് പ്രതികാരമായി കാനഡയ്ക്ക് സ്വീകരിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ ഉണ്ടെന്നും കാർണി വ്യക്തമാക്കി.